ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പിൽ മാറ്റമില്ല. ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിലും ജനജീവിതം ദുരിതത്തിലാണ്. രഘുനാഥ് നാരായണൻ അവിടെ നിന്നും വിവരങ്ങൾ നൽകും. രഘു, ഗുഡ് മോർണിംഗ്. കുട്ടനാടൻ മേഖലകൾ, പ്രത്യേകിച്ചും താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നറിയാം. കുട്ടനാട്ടുകാർക്ക് വെള്ളക്കെട്ടൊരു പുത്തരിയല്ല. എങ്കിൽ കൂടിയും ഇത്തരം മഴയിലൂടെ ഉണ്ടാവുന്ന വെള്ളക്കെട്ട് കൂടുതൽ ദുരിതമുണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടു. എന്താണ് ഇന്നത്തെ സ്ഥിതി? മോത്തി, ഇന്നലത്തേക്കാൾ കുട്ടനാട്ടിൽ ജലനിരപ്പ് കൂടുതലാണ്. കാരണം ഇന്നലെ നമ്മൾ ലൈവ് കൊടുത്തതും മങ്കൊമ്പിൽ നിന്നായിരുന്നു. ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോളം മുന്നോട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി ഈ ഭാഗത്തും വെള്ളം കയറി. മുൻപുണ്ടായിരുന്ന വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കൃഷിയും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പല പാടശേഖരങ്ങളിലും മട വീണിട്ടുണ്ട്, കൃഷി നശിച്ചിട്ടുണ്ട്. വല്ലാത്ത ദുരിതത്തിലാണ് ജനങ്ങളുള്ളത്. ഈ കോട്ടയത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്ന വെള്ളം ഇവിടെ കുട്ടനാട്ടിലൂടെ കടന്നു വേണം കടലിലേക്കും കായലിലേക്കും ഒക്കെ പോകാൻ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ അവിടെ വെള്ളം ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു തിക്കമുണ്ടാവും. ആ ഒരു ഉയർച്ചയാണ് വെള്ളത്തിൻ്റെ നിലയിൽ ഉണ്ടായിരിക്കുന്നത്. 70-ലധികം ക്യാമ്പുകളിലായി 2500-ലധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ, വെള്ളക്കെട്ടുള്ള വീടുകളിൽ താമസിക്കുന്നുണ്ട്. കാരണം താഴത്തെ നിലയിൽ വെള്ളം കയറിയാലും അല്പം ഒരു സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ ഈ 2018-ലെ പ്രളയത്തിന് ശേഷം വീടിന് മുകളിലേക്ക് ഒരു താൽക്കാലികമായിട്ടുമൊക്കെയുള്ള സംവിധാനങ്ങൾ, വെള്ളപ്പൊക്കം വന്നാൽ താമസിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരവിടെ തന്നെ തുടരുകയാണ്. ഏതെങ്കിലും രീതിയിൽ വലിയ 2018-ന് സമാനമായ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായാൽ മാത്രമേ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും വലിയ ആശങ്കയിലാണ് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ജനങ്ങളൊക്കെ. തലവടി, പള്ളിപ്പാട്, ചെറുതന, മാന്നാർ അടക്കമുള്ള അപ്പർ കുട്ടനാടൻ മേഖലയിലും സമാനമായ സ്ഥിതിയാണ്. ഇത് AC റോഡാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 700 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡാണ്. അന്ന് സർക്കാരിൻ്റെയും LDFിൻ്റെയും ഒക്കെ ഒരു വലിയ വാഗ്ദാനം, ഏത് മഴ വന്നാലും ഏത് വെള്ളം വന്നാലും AC റോഡിൽ വെള്ളം കയറില്ല എന്നുള്ളതായിരുന്നു. AC റോഡിൽ വെള്ളം കയറി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസം കഴിയും തോറും AC റോഡിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഉള്ളത്. റോഡിൻ്റെയൊക്കെ നിർമ്മാണം മികച്ച രീതിയിലാണ്. പലയിടങ്ങളിലും മുൻപുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊന്നും ചിലയിടങ്ങളിലൊക്കെ പാലം നിർമ്മിച്ചതുകൊണ്ട് വെള്ളക്കെട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ 700 കോടി രൂപ ആലപ്പുഴ ചങ്ങനാശ്ശേരി ബന്ധിപ്പിക്കുന്ന AC റോഡ് 700 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ചിട്ട് ഇത് കഴിഞ്ഞ ഇലക്ഷന് തൊട്ടു മുൻപാണ് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. അതിൻ്റെ തൊട്ടടുത്ത മഴയിൽ ഇതാണ് അവസ്ഥ. എന്തായാലും ജനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. AC റോഡിൽ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളിലെ എല്ലാം അവസ്ഥ ഇതാണ്. ചെറിയ വാഹനങ്ങളൊക്കെ വളരെ പാടുപെട്ട്, വളരെ റിസ്ക് എടുത്താണ് ആളുകളൊക്കെ വരുന്നത്. ചിലപ്പോൾ അതിവിടെ ഇങ്ങനെ നിന്നു പോകും. പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും AC റോഡിലൂടെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല, പൂർണ്ണമായും മുടങ്ങിയിട്ടില്ല. പക്ഷേ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ ആലപ്പുഴയിലൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ AC റോഡിലൂടെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്വന്തം റിസ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. പലപ്പോഴും ഈ വെള്ളക്കെട്ടിൽ വണ്ടി നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്.